إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله صلى الله عليه وعلى آله وأصحابه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനും സൽക്കർമ്മങ്ങളിൽ മുന്നേറാനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ ഈ ലോകത്തേക്ക് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ലക്ഷ്യ സാക്ഷാത്കാരം അടിമകളായ നമ്മൾ വളരെ ഭംഗിയായി പൂർണ്ണമായ നിലക്ക് നിർവഹിക്കാനും മഹത്തായ ഓരോ അവസരങ്ങൾ അള്ളാഹുവിന് ഇബാദത്തായി കൊണ്ട് നമുക്ക് നിർവഹിക്കാനുള്ള പല വിഭിന്നമായ രൂപത്തിലുള്ള ആരാധനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു നൽകിയിരിക്കുകയാണ്. മഹത്തായ റമദാനും അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്ന അവന്റെ റസൂലിന്റെ നാവിൽ കൂടെ നിശ്ചയിച്ചു തന്ന ഇബാദത്തുകളും അത് പൂർത്തിയാക്കിയ ഉടനെ രണ്ടാമത് നമ്മൾ അതിമഹത്തായ മറ്റൊരു ഇബാദത്തിലെ അതിന്റെ സമയങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഹജ്ജ് എന്ന് പറയുന്ന മഹത്തായ ഇബാദത്ത് ദീനുൽ ഇസ്ലാമിന്റെ അഞ്ചാമത്തെ റുക്കനായ അള്ളാഹും അവന്റെ റസൂലും നമ്മോട് വളരെ പ്രാധാന്യത്തോടുകൂടെ നിർബന്ധമായ കൽപ്പന എന്ന നിലക്ക് നിർദ്ദേശിച്ച ഹജ്ജിന്റെ മാസങ്ങളിലാണ് നമ്മളുള്ളത്. ഇത് ശവ്വാൽ മാസം, അതേപോലെ തന്നെ ഇതിന്റെ ശേഷമുള്ള യുദ്ധം നിഷിദ്ധമായ പവിത്രമായ 4 മാസങ്ങളിൽപ്പെട്ട ദുൽഖഅദയും ദുൽഹിജ്ജയും, ദുൽഹിജ്ജ മാസത്തിലെ കുറച്ച് ദിവസങ്ങൾ ഹജ്ജിന്റെ മാസങ്ങൾ, ദിവസങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. ഹജ്ജിന്റെ മഹത്തായ അറഫയിൽ നിൽക്കലും കഅബ ഷരീഫിന്റെ അടുത്ത് ചെന്ന് തവാഫ് ചെയ്യലും അതുപോലെ തന്നെ മറ്റുള്ള സായിയും പോലത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദുൽഹജ്ജിലാണെങ്കിലും ആ മഹത്തായ ഹജ്ജിലേക്കും ഉംറയിലേക്കുമുള്ള ആളുകളുടെ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നിയ്യത്തുകളും ഇഹ്റാമുകളും യാത്രയുമായി കൊണ്ടുള്ള അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു നൽകിയ മാസങ്ങളിൽപ്പെട്ട ശവ്വാൽ മാസത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. കഴിവുള്ള ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബീല എന്ന് പറയുന്ന ആ ഭാഗം വിശദീകരിച്ചത് അസ്സാദു വറാഹില, ഹജ്ജിന് പോകാനുള്ള വിഭവങ്ങളും വാഹന സൗകര്യങ്ങളും പോകാനുള്ള ശാരീരികമായ ആരോഗ്യവും കഴിവും ഒരാൾക്ക് ഒത്തുവന്നാൽ അവന് ഹജ്ജിന് പോകൽ നിർബന്ധമാണ്. അതിനുള്ള വിഭവങ്ങൾ അവന് ഒത്തുവന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കൽ ഒരാളെ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത്, അല്ലാഹുവിന്റെ ആദരണീയമായ പവിത്രമായ ആ കഅബ ഷരീഫിന്റെ അടുത്ത് ചെന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ഇബാദത്തുകൾ നിർവഹിക്കൽ അതൊരു മുസ്ലിമിന് കടമയാണ്, ബാധ്യതയാണ്. അള്ളാഹുവിന്റെ അതിഥിയായിക്കൊണ്ട് അവന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് കഅബ ഷരീഫിന്റെ അടുത്തേക്ക് പോകുക, അവിടെ ചെന്ന് മഹത്തായ ഈ ഇബാദത്തുകൾ നിർവഹിക്കൽ. ഖുദൂ അന്നി മനാസികക്കും എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അറഫയിൽ തന്റെ ഒട്ടകത്തിന്റെ പുറത്തു നിന്നുകൊണ്ട് ആളുകൾക്ക് ഹജ്ജിന്റെ സംശയങ്ങൾക്ക് ഫത്വ നൽകിക്കൊണ്ട് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഖുദൂ അന്നി മനാസികക്കും, എങ്ങനെയാണ് നിങ്ങൾ ഹജ്ജ് ചെയ്യേണ്ടത്, എന്താണ് അതിൽ നിർവഹിക്കേണ്ടത്, എങ്ങനെയാണത് കൃത്യമായി പാലിക്കേണ്ടത് എന്ന് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു പഠിക്കുവീൻ, എന്നിൽ നിന്ന് ചോദിച്ചു പഠിക്കുവീൻ. ഹജ്ജ് എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാമിന്റെ 5ാമത്തെ റുക്കനാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാത്ത് വ ഈതാഇസ് സകാത്ത് വ സൗമി റമളാൻ വ ഹജ്ജ് ബൈത്തുല്ലാഹിൽ ഹറാം. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം തന്നു, അല്ലാഹു അവന് സമ്പത്ത് നൽകി,
മഹത്തായ ഈ ഇബാദത്ത് നിർവഹിക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്നാൽ വേഗത്തിൽ അത് നിർവഹിക്കാൻ തഅജ്ജലൂ ബിൽ ഹജ്ജ്, നിങ്ങൾ കഴിവിന്റെ പരമാവധി വേഗത്തിൽ നിങ്ങൾക്ക് സാഹചര്യം ഒരുങ്ങി വന്നാൽ പിന്നേക്ക് വെക്കാതെ അടുത്ത വർഷം, പിറ്റത്തെ വർഷം, പിന്നീടുള്ള വർഷം എന്ന് പറഞ്ഞ് നിങ്ങൾ നീട്ടിവെക്കാതെ കഴിവിന്റെ പരമാവധി നിങ്ങൾ വേഗത്തിൽ മഹത്തായ ആ ഇബാദത്ത് നിർവഹിക്കണം. അത് അതിപ്രധാനമായതാണ്, ദീനുൽ ഇസ്ലാമിന്റെ റുക്നാണ്. വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അത് നിർബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ കഴിവുണ്ടായിട്ടും അത് നിർവഹിക്കാൻ തയ്യാറാകാതെ അലസതയും വീഴ്ചതയും വരുത്തി സത്യനിഷേധികളായി പോകുന്ന ആളുകളാണെങ്കിൽ അങ്ങനത്തെ ആളുകളെ അള്ളാഹുവിന് ആവശ്യമില്ല. അവര് ചെയ്തോളണം എന്ന് അള്ളാഹുവിന് യാതൊരു ബാധ്യതയുമില്ല. നമ്മുടെ നേട്ടത്തിന് വേണ്ടി, നമ്മുടെ വിജയത്തിന് വേണ്ടി, നമ്മുടെ ഈ ലോകത്തും പരലോകത്തുമുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബിയോട് അള്ളാഹു അവന് വേണ്ടി ഒരു ഭവനം പടുത്തുയർത്താൻ വേണ്ടി കൽപ്പിച്ചു. വളരെ താഴ്മയോടെ, വളരെ വിനയത്തോടെ, നിഷ്കളങ്കതയോടെ, സത്യസന്ധതയോടെ മഹാനായ അള്ളാഹുവിന്റെ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാമും തന്റെ പുത്രൻ ഇസ്മായിലും അള്ളാഹുവിന്റെ മഹത്തായ ആ ഭവനം അവർ പടുത്തുയർത്തി. വഇദ് യർഫഉ ഇബ്രാഹിമു അൽ ഖവാഇദ വ ഇസ്മായിൽ വഇദ് യർഫഉ ഇബ്രാഹിമു അൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, നീ ഞങ്ങളിൽ ഇത് സ്വീകരിക്കണം. നീയെല്ലാം കേൾക്കുന്നവനും നീയെല്ലാം കാണുന്നവനുമാണ്. അള്ളാഹുവിന്റെ പവിത്രമായ ആ ഭവനത്തെ അദ്ദേഹം പടുത്തുയർത്തി. അതിന് അദ്ദേഹം പടുത്തുയർത്തിയ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പറഞ്ഞു, ആ പറയുന്ന ഭവനത്തിലേക്ക് ഇബാദത്തിന് വേണ്ടി നിർവഹിക്കാൻ വേണ്ടി വരാൻ ആളുകളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇബ്രാഹിം നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഹജ്ജിന് വരാൻ വേണ്ടി ആളുകളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ഇബ്രാഹിം നബി പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ ഇവിടെ വെച്ച് വിളിച്ചിട്ട് നിന്റെ അടിമകൾ എങ്ങനെ കേൾക്കാനാണ്? അവരെ കേൾപ്പിക്കാൻ ഇന്ന് ആധുനികമായ നമ്മുടെ സൗകര്യം പോലത്തതൊന്നും ഇല്ലാത്ത കാലത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പരിഭവം പറഞ്ഞു. അള്ളാഹു പറഞ്ഞു, നാദി അൻത യാ ഇബ്രാഹിം, പറഞ്ഞ പണി നീ എടുക്ക ഇബ്രാഹിം. വിളിക്കാൻ പറഞ്ഞു, നിങ്ങൾ വിളിക്കുക. വഅലൈനൽ ബലാഗ്, ആളുകളെ കേൾപ്പിക്കാനും അവരുടെ ചെവിയിൽ അത് കേൾപ്പിക്കാനും ഇങ്ങോട്ട് അവരെ കൊണ്ടുവരാ എന്ന് പറയുന്ന ബാധ്യത ഏറ്റെടുത്തത് ഞാനാണെന്ന് പറഞ്ഞു. മഹാനായ പ്രവാചകൻ മക്കയിൽ കഅബ ഷരീഫിന്റെ അടുത്തുള്ള ജബൽ അബി ഖുബൈസ് എന്ന് പറയുന്ന ഉയർന്നു നിൽക്കുന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ അടിമകളെ, അള്ളാഹു നിങ്ങൾക്കിതാ ഒരു ഭവനം ഇവിടെ ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫഹുജ്ജു, നിങ്ങൾ അതിലേക്ക് ഹജ്ജിന് വരുവീൻ. അത് സന്ദർശിക്കാൻ, അതിനെ വലയം ചെയ്യാൻ, അവിടെ വെച്ച് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ സമ്പത്തുകൾ, മൃഗങ്ങളും മറ്റുള്ള വിഭവങ്ങളും ദാനം നൽകാൻ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ആദരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ വചനങ്ങളും അവന്റെ നാമങ്ങളും അന്തരീക്ഷത്തിൽ മുഖരിതമാകുമാർ ഉറക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളതിന് തയ്യാറാകുവീൻ എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിളിയെ ഈ ഭൂമിയുള്ള പർവ്വതങ്ങളെയും ഇവിടെയുള്ള കല്ലിനെയും മണ്ണിനെയും ഖിയാമത്ത് നാൾ വരെ ആ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വരുന്ന മനുഷ്യ സമൂഹങ്ങളെയും, ചിലർ അവർ മാതാക്കളുടെ ഗർഭാശയത്തിൽ, മറ്റു ചിലർ അവരുടെ പിതാക്കന്മാരുടെ മുതുകിൽ ഇന്ദ്രിയ തുള്ളികളായി അതുപോലുമാകാത്ത മനുഷ്യരെ ഈ വിളി കേൾപ്പിച്ചു എന്നാണ്. മഹാനായ ആ പ്രവാചകന്റെ വിളി കേട്ടുകൊണ്ട് ലോകത്തിലുള്ള ആളുകൾ, രാജാക്കന്മാർ അതിലുണ്ട്, സമ്പന്നരായ പണ്ഡിതന്മാർ അതിലുണ്ട്, അള്ളാഹുവിനെ ആദരിച്ച് പേടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന പണ്ഡിതന്മാർ അതിലുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും അതിലുണ്ട്, വെളുത്തവനും കറുത്തവനും അതിലുണ്ട്, കഴിവില്ലാത്ത മനുഷ്യർ പോലും ജീവിതത്തിൽ ഒരിക്കൽ അള്ളാഹു എനിക്ക് സമ്പത്ത് നൽകുകയാണെങ്കിൽ, അള്ളാഹു എനിക്ക് ആശ്വാസവും ആഫിയത്തും നൽകുകയാണെങ്കിൽ ആ ഭവനമൊന്ന് കണ്ടെങ്കിൽ എന്ന് മോഹിക്കാത്തൊരു മുസ്ലിമുണ്ടോ ഈ ഭൂമിയിൽ? ആ കഅബ ഷരീഫിന്റെ അടുത്ത് പോയി അതിനെ ഒന്ന് 7 പ്രാവശ്യം വലയം ചെയ്യാൻ, തവാഫ് ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു മുസ്ലിമുണ്ട് ഈ ഭൂമിയിൽ? ഒരുത്തൻ അള്ളാഹു സമ്പത്ത് നൽകിയിട്ട്, അവൻ അള്ളാഹു ആശ്വാസം നൽകിയിട്ട്, അവന് സൗകര്യങ്ങളും വിഭവങ്ങളും നൽകിയിട്ട് ആ ഭവനത്തിലേക്ക് പോകാൻ ഒരുത്തിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവനൊരു ഹതഭാഗ്യനാണ്, അവനൊരു ഹതഭാഗ്യനാണ്. ആ മനുഷ്യൻ ഇത്ര വലിയ മഹത്തായ ഒരു ആദരവിന് അർഹതയില്ലാത്തവനാണ്. അള്ളാഹുവിന്റെ ഖലീൽ പണി കഴിപ്പിച്ചു,
അദ്ദേഹം പടുത്തുയർത്തി. അള്ളാഹു അതിലേക്ക് ക്ഷണം നടത്താൻ വേണ്ടി അദ്ദേഹത്തിനോട് കൽപ്പിച്ചു. അത് എന്നിട്ട് ഞാൻ കേട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിനെനിക്ക് തൗഫീഖ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ എത്രത്തോളം ഹതഭാഗ്യതയാണ്, എത്രത്തോളം ആ മനുഷ്യന്റെ അവന് ഭാഗ്യമില്ലാത്ത, തൗഫീഖില്ലാത്ത, നന്മയില്ലാത്ത. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ വിഭവങ്ങൾ, അള്ളാഹു നമുക്ക് നൽകിയ സൗകര്യങ്ങൾ, കഴിഞ്ഞു പോയ പഴയ കാലങ്ങളിലൊക്കെ ഒരാൾ ഹജ്ജ് നിർവഹിക്കുക എന്ന് പറയുന്നത് ആ മനുഷ്യൻ അവന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പിരിയുന്നത് പോലെയാണ്. അതിൻ്റെതായ ക്ഷമയും അതിൻ്റെതായ കഠിനാധ്വാനവും അതിൻ്റെതായ ത്യാഗങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന്റെ വിഭവങ്ങൾ മുഴുവൻ എളുപ്പമാക്കി തന്നിരിക്കുകയാണ്. നാം നമ്മുടെ വീട്ടിലിരിക്കുന്നതിലേറെ സൗകര്യപ്രദമായ നിലയ്ക്ക് യാത്രയിലാണെങ്കിൽ, അവിടെ പോയാൽ താമസിക്കാനാണെങ്കിൽ, അറഫയിലും മിനയിലുമുള്ള ടെന്റുകളിലാണെങ്കിൽ പോലും സുഭിക്ഷമായ ഭക്ഷണപാനീയങ്ങൾ അവിടെ ഒരുക്കി തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. മഹത്തായ ഈ ഇബാദത്തിന് ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് കണ്ണിരണ്ടൊഴിച്ചുകൊണ്ട്, രാപ്പകലുകൾ ഉറക്കൊഴിച്ചുകൊണ്ട് അവിടുത്തെ ഭരണാധികാരികളും അവിടുത്തെ ആ ജനങ്ങളും അതിനുവേണ്ടി മത്സരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുക. നമ്മൾ ഹജ്ജിന് ചെന്ന സമയത്തൊക്കെ അറഫയിലും മിനയിലും വെറുതെ ആളുകൾക്ക് വിഭവങ്ങൾ കിട്ടിയിട്ട്, പഴങ്ങളും പലഹാരങ്ങളും ഭക്ഷണ സാധനങ്ങളും കിട്ടിയിട്ട് മനുഷ്യന്മാർ കുറെ അത് വാരി അവരൊരുമിച്ച് കൂട്ടി, പിന്നീട് വേണ്ടാതെ അവര് വഴിയിലും ആ മരുഭൂമിയിൽ അത് ഒഴിവാക്കിയിട്ട് ആളുകൾ ചവിട്ടി മതിച്ചു പോകുന്ന രംഗം ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ വെച്ച്. ഇത്ര സുഭിക്ഷമാണ് ഈ കാര്യങ്ങൾ, ഇത്ര വിശാലമാണ്, സൗകര്യപ്രദമാണ് ഈ ഇബാദത്ത് നിർവഹിക്കാൻ. എന്നിട്ട് അതിനൊരാൾ പോകാതെ പിന്നേക്ക് നീട്ടിവെക്കുക എന്ന് പറയുന്നത് സങ്കടകരമാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചത് വളരെ അധികം പ്രയാസകരമായ ഒരു കാര്യമാണ്. അള്ളാഹു ചോദിക്കും നമ്മോട്, ഖിയാമത്ത് നാളിൽ അള്ളാഹു നമ്മോട് ചോദ്യം ചെയ്യും, നിനക്ക് ആരോഗ്യം തന്നില്ലേ, സമ്പത്ത് നൽകിയില്ലേ, സൗകര്യങ്ങൾ ലഭിച്ചില്ലേ, എന്നിട്ട് എന്തുകൊണ്ട് മഹത്തായ ഈ ക്ഷണം നീ സ്വീകരിച്ചുകൊണ്ട് പവിത്രമായ ആ കഅബ ശരീഫിന്റെ അടുത്ത് വന്നുകൊണ്ട് ഈ ഇബാദത്ത് നിർവഹിക്കാൻ തയ്യാറായില്ല എന്ന്. അതുകൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകി കഴിയുന്നത് വേഗത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നമ്മോടത് പഠിപ്പിച്ചത്. ഹജ്ജ് കഴിവിന്റെ വേഗത്തിൽ നിങ്ങൾ അത് ചെയ്യണം എന്നുള്ളത്. അള്ളാഹുവിന്റെ അതിഥികളാണ് ഹജ്ജിന് ചെല്ലുന്ന ആളുകൾ, ളുയൂഫുർ റഹ്മാൻ. അങ്ങനെയാണ് പ്രവാചകൻ നമുക്ക് ഹാജിമാരെ പഠിപ്പിച്ചു തന്നത്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും പവിത്രമായ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നതിനോട് കടപിടിക്കുന്ന മഹത്തായ ഇബാദത്താണ് ഹജ്ജ് എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ദോഷങ്ങൾ പൊറുക്കപ്പെടും. മബ്റൂറായ സ്വീകാര്യോഗ്യമായ ഒരു ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് ഒരാൾ തിരിച്ചു പോരുമ്പോ അവന്റെ മാതാവ് അവനെ പ്രസവിക്കുന്ന സമയത്ത് എത്രത്തോളം പവിത്രനും പരിശുദ്ധനുമാണ് ആ വ്യക്തി, എത്രത്തോളം പാപമുക്തനാണ് ആ കുഞ്ഞ്, അതുപോലെ പവിത്രമായ ഹൃദയത്തിന്റെ ഉടമയായി, വ്യക്തിത്വമായി ആ മനുഷ്യന് മടങ്ങിപ്പോരാൻ കഴിയും. ദോഷങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ടവനായിട്ട്, പാപമുക്തനായിട്ട്, ഏറ്റവും ഉത്തമനായ ഒരു വ്യക്തിയായിട്ട് മബ്റൂറായ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് പോരുന്നു. മബ്റൂറായ ഹജ്ജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായ തൗഹീദോടുകൂടെ ശിർക്കിന്റെ യാതൊരു ലാഞ്ചനയുമില്ലാത്ത ഹൃദയത്തിന്റെ ഉടമയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ അമൽ നിർവഹിച്ചുകൊണ്ട് ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ അവന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല എന്ന ഹദീസുകളിൽ കൂടെ വന്നത് നമുക്ക് കാണാം. അവനാണ് ഈ പറയുന്ന അവന്റെ മാതാവ് അവനെ പ്രസവിച്ചതുപോലത്തെ പാപമുക്തനാകുമെന്ന് പറഞ്ഞത്. ഇന്ന് നമ്മുടെ നാട്ടിലെ പല ഗ്രൂപ്പുകളിൽ കൂടെ ഹജ്ജിന് പോയിട്ട് മിനയിലും അറഫയിലും അവിടുത്തെ ടെന്റുകളിൽ ഇരുന്നിട്ട് മങ്കൂസ് മൗലിദും മുഹീദ്ദീൻ മാലയും റാത്തീബിന്റെയും കുതുബിയത്തിന്റെയും പദ്യങ്ങളും വചനങ്ങളും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്ന ചാട്ടങ്ങളും ഇതാണ് അവിടെ വെച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. ഇവിടുന്ന് ഹജ്ജിന് ആളുകളെ കൊണ്ടുപോയി ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും വൃത്തികേടിന്റെയും കാര്യങ്ങൾ പവിത്രമായ തൗഹീദിന്റെ ആ സ്ഥലങ്ങളിൽ ചെന്ന്, ആ സദസ്സുകളിൽ ചെന്ന്, ആ ടെന്റുകളിൽ ചെന്ന് അവിടെ വെച്ച് അത് പാടിപ്പിക്കുന്ന, അത് ചെല്ലിപ്പിക്കുന്ന, ഈ മനുഷ്യന്റെ ഇബാദത്തിനെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ആളുകൾ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് ഇവിടെ വെച്ച് ആളുകളെ ഹജ്ജിന് കൊണ്ടുപോകുന്നു. മുഅ്മിനീങ്ങളെ, കുറച്ചാ ഗ്രൂപ്പിൽ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമുണ്ട് എന്ന് കരുതിയോ, 5000 10,000 അതിൽ കുറവുണ്ട് എന്ന് കരുതിയോ, അതുപോലത്തെ ആളുകളെ നിങ്ങൾ ഒരിക്കലും സമീപിക്കരുതേ. അവരെ കൂടെ പോകാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യരുതേ. ഇതാണ് എനിക്ക് ഏറ്റവും ആദ്യമായി പറയാനുള്ളത്. നിങ്ങൾ ചെലവാക്കിയ കാശ്, നിങ്ങളുടെ അധ്വാനങ്ങൾ അത് നിങ്ങൾക്ക് നഷ്ടക്കച്ചവടമാകും എന്നുള്ളത്.
നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ ഫല്യതഅജ്ജൽ. ഹജ്ജ് ഒരാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ കഴിയുന്നതും വേഗത്തിൽ ചെയ്യണം. ഫഇന്നഹു ഖദ് യംറദു അൽ മരീദ്. ചിലപ്പോൾ ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവന് രോഗിയായി കിടക്കും, പോകാൻ കഴിയൂല. വതളില്ലു റാഹിലതു. പ്ലെയിനും ടിക്കറ്റും യാത്രയും സൗകര്യങ്ങളൊക്കെ സുന്ദരമായി പോകുന്ന സമയത്ത് എന്തെങ്കിലും തടസ്സങ്ങൾ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇന്ന് യാത്രന്റെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടതാണ്. അങ്ങോട്ട് ഉംറക്കൊക്കെ റമദാനിൽ പോയ ആളുകൾക്ക് തിരിച്ചു വരാനുള്ള പ്രയാസങ്ങൾ കേട്ടതാണ്. വാഹന സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ, ഇന്നത് സൗകര്യമുണ്ടെങ്കിൽ ഒരു പക്ഷെ അടുത്ത വർഷമോ അതല്ലെങ്കിൽ പിന്നീടോ അത് ലഭിക്കാതെ വന്നേക്കാം. വതഅരിദുൽ ഹാജ. മനുഷ്യരായ നമുക്ക് പല ജാതി ആവശ്യങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും. കരുതിയതുപോലെ വിഭവങ്ങളും സമ്പത്തും ഒരു പക്ഷെ ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅജ്ജലു ഇലൽ ഹജ്ജ്. നിങ്ങൾക്ക് അല്ലാഹു നൽകി സൗകര്യങ്ങൾ നൽകി ഉടനെ നിങ്ങൾ ഹജ്ജിലേക്ക് വേഗത കാണിക്കണം. ഫഇന്ന അഹദകും ലാ യദ്രി മാ യഅരിദു ലഹു. എന്താണ് അവന് വരുന്നത്? മരണമാണോ, രോഗമാണോ, ദാരിദ്ര്യമാണോ, തടസ്സമാണോ, യുദ്ധങ്ങളാണോ? അറിയുകയില്ല നമുക്ക്. അതുകൊണ്ട് ആ തടസ്സങ്ങൾ വരുന്നതിന്റെ മുമ്പ് കഴിയുന്നതും വേഗത്തിൽ നിങ്ങൾ ഹജ്ജ് നിർവഹിക്കുകയും. പ്രവാചകനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അയ്യുൽ അമരി അഫ്ളൽ. ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ഏതാണ്? ഖാല ഈമാനുൻ ബില്ലാഹി വറസൂലിഹി. തൗഹീദും സുന്നത്തും തന്നെ, അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കല് തന്നെ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ, തൗഹീദുല്ലാഹി തന്നെ. അതിനെ മറികടക്കാൻ, അതിനെ കവച്ചുവെക്കാൻ ഒരു സൽക്കർമ്മവുമില്ല, ഒന്നും തന്നെയില്ല. അത് ശരിയാവാതിരുന്നാൽ ഒരു മനുഷ്യൻ എത്ര വലിയത് ചെയ്തിട്ടും അതിന് ഫലമുണ്ടാവുകയുമില്ല. അതുകൊണ്ട് ഈമാനുൻ ബില്ലാഹി വറസൂലിഹി സുമ്മ മാദാ. പിന്നെ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ? അല്ലാഹുവിന്റെ റസൂലേ. ഖാല അൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ശത്രുക്കളോട് യുദ്ധം ചെയ്യുക, തന്റെ സമ്പത്ത് കൊണ്ടും തന്റെ ശരീരം കൊണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തം ചിന്താൻ തയ്യാറാവുക. അതിന്റെ ശേഷം ചോദിച്ചു, സുമ്മ മാദാ. പിന്നെ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? ഖാല ഹജ്ജുൻ മബ്റൂർ. ഹജ്ജുൻ മബ്റൂർ, സ്വീകാര്യോഗ്യമായ തൗഹീദിൽ അധിഷ്ഠിതമായ പ്രവാചകന്റെ സുന്നത്തിനോട് യോജിച്ച നിലക്ക് ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ ഈ പറയുന്ന മഹത്തായ അമലുകളോട്, ഇബാദത്തുകളോട് കടപിടിക്കും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പ്രവാചകനോട് പറഞ്ഞു, യുദ്ധം എന്ന് പറയുന്നത്, ശത്രുക്കളോട് പടവെട്ടുക എന്ന് പറയുന്നത് അത് മഹത്തായ ഒരു ഇബാദത്താണ്, പുരുഷന്മാരതിന് പോകുന്നു, ഞങ്ങൾ സ്ത്രീകളും യുദ്ധത്തിന് പോകട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലകുന്ന അഫ്ളലുൽ ജിഹാദി ഹജ്ജുൻ മബ്റൂർ. നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു ജിഹാദ് ഉണ്ട്, അത് ഹജ്ജുൻ മബ്റൂറാണ്. സ്വീകാര്യോഗ്യമായ, അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണനയും അംഗീകാരവുമുള്ള ഹജ്ജ് നിർവഹിക്കുക എന്ന് പറയുന്നതാണ്. ഇങ്ങനെ ഹജ്ജിന്റെ ശ്രേഷ്ഠതകൾ, ഹജ്ജിന്റെ ഫളലുകൾ ഏറ്റവും ഒരുപാട് വന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രാവശ്യം പ്രവാചകൻ പറഞ്ഞു, അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫദുല്ലാഹ്. ഹജ്ജ് ചെയ്യുന്ന ആളുകൾ, ഉംറക്ക് വരുന്ന ആളുകൾ അള്ളാഹുവിന്റെ അതിഥികളാണ്, അള്ളാഹുവിന്റെ പ്രതിനിധികളാണ്. അള്ളാഹുവിനെ കാണാനും അവനോട് സംഭാഷണം ചെയ്യാനും അവന്റെ വീട്ടിലേക്ക് വരുന്ന അതിഥികളാണ്. ഇൻദഅഹു അജാബഹും. അവര് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പക്ഷം അവരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും. വഇനിസ്തഗ്ഫറൂഹു ഗഫറ ലഹും. അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുമ്പോൾ പ്രത്യേകമായി അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത, അൽബാനിയൊക്കെ സഹീഹാണ് എന്ന് സ്വീകാര്യോഗ്യമായ ഹദീസുകളാണ് ഇത് മുഴുവൻ. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൽ ലിമാ ബൈനഹുമാ. ഒരു ഉംറ നിർവഹിച്ചു, പിന്നീട് ഒരു ഉംറ നിർവഹിക്കുന്നതിന്റെ ഇടയിലുള്ള ആ സമയത്ത് ഒരു മനുഷ്യന്റെ അടുത്ത് വന്ന പാപങ്ങൾ അതൊക്കെ പൊറുക്കപ്പെടും, ചെറിയ പാപങ്ങൾ. വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യോഗ്യമായ ഒരു ഹജ്ജ്, അതിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല, സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല. അതുകൊണ്ട് മഹത്തായ ഈ ഇബാദത്ത്, അള്ളാഹു നമുക്കതിലുള്ള സൗകര്യങ്ങളും സാഹചര്യം ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും വേഗം നാം അത് നിർവഹിക്കുക. ഈ ഇബാദത്ത് നിർവഹിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരാൻ, അതിനുള്ള വിഭവങ്ങളും സൗകര്യങ്ങളും നമുക്ക് എളുപ്പമാക്കി തരാൻ നാം അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ സ്വീകരിക്കാതിരിക്കുകയില്ല. وأقول هذا وآخر دعوانا أن الحمد لله رب العالمين. الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. അനസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയാണ്, ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത, അൽബാനിയൊക്കെ സഹീഹാണ്, സ്വീകാര്യോഗ്യമാണ് എന്ന് പറഞ്ഞ ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിലുള്ള മസ്ജിദുൽ ഖൈഫിൽ ഇരിക്കുകയായിരുന്നു ഹജ്ജിന്റെ സമയത്ത്. മിനയിലുള്ള മസ്ജിദുൽ ഖൈഫിൽ
രണ്ട് ആളുകൾ അവിടെ വന്നു. ഒന്ന് മദീനക്കാരനായ അൻസാരിയും മറ്റൊന്ന് ത്വായിഫിലുള്ള സഖീഫ് ഗോത്രത്തിൽപ്പെട്ട ഒരാളും. രണ്ടുപേരും പ്രവാചകന്റെ മുന്നിൽ വന്നിരുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ രണ്ടാളും ചോദിക്കാൻ വേണ്ടി വന്ന കാര്യങ്ങൾ എന്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ചോദ്യം എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അപ്പൊ അവര് പറഞ്ഞ, പ്രവാചകരെ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അൻസാരികളിൽപ്പെട്ട ആ മനുഷ്യന്റെ മുഖത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നീ ഇവിടെ വന്നത്, ഒരാൾ ഹജ്ജിന് വന്നാൽ അതിന്റെ പ്രതിഫലം, ഒരാള് സഫാ മർവയുടെ ഇടയിൽ സഅയ് ചെയ്താൽ അതിന്റെ പ്രതിഫലം, കഅബം തവാഫ് ചെയ്താൽ അതിനുള്ള പ്രതിഫലം, അവന്റെ മുടിമുണ്ടനം ചെയ്താൽ അതിന് ലഭിക്കുന്ന പ്രതിഫലം, ഇതൊക്കെ ചോദിക്കാനല്ലയോ? ആ സഹാബി പറഞ്ഞു, അതെ അള്ളാഹുവിന്റെ റസൂലേ. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ നീ ഹജ്ജിന് വേണ്ടി നിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് നിന്റെ ഒട്ടകം അതിന്റെ ഒരു കാല് ഒരു കുളമ്പ് ഭൂമിയിൽ വെക്കും, മറ്റൊന്നിനെ ഉയർത്തുകയും ചെയ്യും. എത്ര എണ്ണമാണ് അത് എന്നുണ്ടെങ്കിൽ അതിന്റെ എണ്ണം കണക്കിന് നിനക്ക് അള്ളാഹു ഒരു സൽക്കർമ്മം രേഖപ്പെടുത്തും, നിന്റെ ഒരു പാപം അത് കാരണമായിട്ട് പുറത്തു തരും. അങ്ങനെ പിന്നീട് നീ മക്കയിലെത്തിയതിന്റെ ശേഷം നീ തവാഫ് ചെയ്തത്, കഅബ ശരീഫിനെ തവാഫ് ചെയ്തതിന്റെ ശേഷം 2 റക്അത്ത് നിസ്കരിച്ചാൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ, ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരകളിൽപ്പെട്ട ഒരു അടിമയെ മോചിപ്പിച്ചതുപോലത്തെ മഹത്തായ ഒരു പ്രതിഫലമാണ്. ഇബ്രാഹിം നബിയുടെ ഒരു പേരക്കുട്ടി യുദ്ധത്തിലോ മറ്റോ അടിമയായി പോയിട്ട് ആ വ്യക്തിനെ മോചിപ്പിച്ചാൽ അതിന് എത്രയാണ് ശ്രേഷ്ഠത, അതിന്റെ കൂലി എത്ര, അതുപോലത്തെ പ്രതിഫലമാണ്. സഫാ മർവയുടെ ഇടയിൽ നീ ചെന്ന് സഅയ് ചെയ്താൽ 70 അടിമകളെ നീ മോചിപ്പിച്ചതുപോലത്തെ പ്രതിഫലമാണ്. അങ്ങനെ പിന്നെ അറഫ ദിവസത്തില് ആ മരുഭൂമിയിൽ നിങ്ങൾ കഴിച്ചുകൂട്ടി വൈകുന്നേര സമയമാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുന്യവിയായി ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അവന്റെ മലക്കുകളോട് പറയും, എന്റെ അടിമകളെ കണ്ട, മനുഷ്യരെ കണ്ടപ്പോൾ അവര് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിലും അവരുടെ മുടികൾ പാറിപ്പറന്നവരാണ്, അവരുടെ ശരീരത്തിലും വസ്ത്രത്തിലും പൊടി പുരണ്ടവരാണ്, അവർ ശാരീരികമായിട്ട് തളർന്നവരും ക്ഷീണിച്ചവരുമാണ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മരുഭൂമിയിൽ വന്നുകൊണ്ട് കഴിച്ചുകൂട്ടിയവരാണ്. മലക്കുകളെ, ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തുന്നു, അവരുടെ പാപങ്ങൾ ഞാൻ അവർക്ക് പുറത്തു കൊടുത്തവരായിട്ട് ഇവിടുന്ന് പിരിഞ്ഞു പോയിക്കൊള്ളുക. ഞാൻ ഇന്നവരോട് പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. ഈ സന്തോഷ വാർത്തയോടുകൂടെ നിങ്ങൾ ഈ അറഫ മൈതാനിയിൽ നിന്ന് തിരിഞ്ഞു പോകുകയും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടി ഇവിടെ വെച്ച് ദുആ ചെയ്ത് ശഫാഅത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലും ഞാൻ അംഗീകരിക്കാനും സ്വീകരിക്കാനും തയ്യാറാണ്. അങ്ങനെ പിന്നീട് ജംറയുടെ അടുത്ത് ചെന്ന് അവർ മുസ്ദലിഫയും കഴിഞ്ഞ് മിനയിൽ ചെന്ന് ഓരോ കല്ലുകൾ കൊണ്ട് ആ ജംറകളിലേക്ക് എറിയുമ്പോൾ അതിന്റെ എണ്ണം കണ്ട് അവരുടെ പാപങ്ങൾ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. ഒരാൾ അവന്റെ മുടിമുണ്ടനം ചെയ്യുകയാണെങ്കിൽ, വെട്ടുകയോ വടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഓരോ മുടിക്കനുസരിച്ചും അവന് ഒരു സൽക്കർമ്മം ഞാൻ എഴുതി രേഖപ്പെടുത്തി വെക്കുന്നു, 1-ന് 10 പ്രതിഫലം നൽകുന്നു. അവന്റെ ഒരു പാപത്തെ അവന്റെ ഏടിൽ നിന്ന് ഞാൻ അവന് മായ്ച്ചു കൊടുക്കുന്നു. കഅബ ശരീഫ് തവാഫ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്ക് ഈ ഹാജിയായ മനുഷ്യൻ അവന്റെ സകല പാപങ്ങളും പൊറുക്കപ്പെട്ട ശുദ്ധനും പവിത്രനുമായ ഒരു വ്യക്തിയായി അവനവന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ മുമ്പ് അവനിൽ ഇത്രയും കാലം വന്ന പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ടു. കയൗമ വലദതുഹു ഉമ്മുഹു, അവന്റെ മാതാവ് പ്രസവിക്കുന്ന സമയത്ത് എത്രത്തോളം പവിത്രനും പരിശുദ്ധനുമാണ് ഒരു വ്യക്തി, ആ ഒരു ആദരവോടുകൂടെ അവന് തിരിച്ചു പോകാൻ ഞാൻ അവന് തൗഫീഖ് നൽകുന്നു. പ്രിയപ്പെട്ടവരെ, മഹത്തായ ഈ ഇബാദത്ത്, അള്ളാഹു നമ്മെ ക്ഷണിച്ചുകൊണ്ട് സൽക്കരിച്ച ഈ ഇബാദത്ത്, അവന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നമുക്ക് വേണ്ടി വിളിക്കാനും നമുക്ക് വേണ്ടി ഭവനമൊരുക്കാനും വേണ്ടി പറഞ്ഞ ഈ ഇബാദത്ത് കഴിവിന്റെ പരമാവധി അള്ളാഹു നമുക്ക് നൽകിയ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർവഹിക്കണം. അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിമിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക, നിന്റെ വിളിക്കുക അല്ലാഹുവേ വീണ്ടും വീണ്ടും ഞങ്ങൾ ഉത്തരം ചെയ്യുന്നു. ഒരു പ്രാവശ്യം ഹജ്ജ് നിർവഹിച്ചാൽ, ഒരു പ്രാവശ്യം ഉംറ നിർവഹിച്ചാൽ, ഒരു പ്രാവശ്യം അവിടെ ചെന്നത് കണ്ടാൽ വീണ്ടും വീണ്ടും അങ്ങോട്ട് പോകാൻ മനസ്സുകൾ വെമ്പൽ കൊള്ളുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഒരു മുസ്ലിമിന്റെ മനസ്സിൽ എത്ര അങ്ങോട്ട് ചെന്നാലും, എത്ര ആ ഭവനം കണ്ടാലും, എത്ര അവിടെ ചെന്ന് ഇബാദത്തുകൾ നിർവഹിച്ചാലും വീണ്ടും വീണ്ടും ചെയ്യാൻ അവന്റെ മനസ്സിൽ ആഗ്രഹങ്ങളും ആശകളും അത് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് നാം അതിന് ശ്രമിക്കണം. അള്ളാഹുവിനോട് നാം ദുആ ചെയ്യണം. ഈ പറയുന്ന മാസങ്ങള്
അതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ അത് നാം ഉപയോഗപ്പെടുത്തണം. ഭൗതികമായി അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യവും സമയവും സമ്പത്തും അള്ളാഹുവിന്റെ ത്വാഅത്തിലും സൽക്കർമ്മങ്ങളിലും അവനെ തൃപ്തിപ്പെടുത്തുന്ന മാർഗങ്ങളിലും നാം ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അളീം. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم عليك بالكفرة الظالمين المتكبرين المجرمين. اللهم أنزل بهم بأسك الذي لا يرد عن القوم المجرمين. اللهم اغفر لنا ولوالدينا ولسائر المؤمنين والمؤمنات. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.